നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ മാലദ്വീപ്സിലെ ഒരു അധ്യാപകൻ്റെ സാലറിയെ പറ്റി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ഇത്രയും എമൗണ്ടിൽ നമുക്ക് എത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എക്സ്പെൻസസ് എല്ലാം കഴിഞ്ഞെന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലവുകൾ ഒരു മാസത്തെ മാത്രമല്ല ചിന്തിക്കേണ്ടത്, മൊത്തത്തിൽ നമുക്ക് ഒരു വർഷം, അതായത് നമ്മൾ ഈ പെർ ആനം എത്ര രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര രൂപ നമുക്ക് ചിലവാക്കാൻ പറ്റും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ വർഷത്തിൽ ഒരു തവണ പോകുന്നതിനും വരുന്നതിനും ടിക്കറ്റ് മിനിസ്ട്രിയാണ് തരുന്നത്. അതായത് നമ്മൾ പക്ഷേ ടിക്കറ്റ് ആദ്യം എടുക്കണം. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വരുമോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ആ ടിക്കറ്റിൽ എത്രയാണ് നമുക്ക് ചിലവായത്, അതായത് ഇൻ്റർനാഷണൽ ടിക്കറ്റ് എത്ര ആയി, ഡൊമസ്റ്റിക് ടിക്കറ്റ് എടുത്തെങ്കിൽ അത് ഫ്ലൈറ്റ് ആയാലും ഇനി അതല്ല ബോട്ടാണെങ്കിലും അതിൻ്റെ ടിക്കറ്റ് എത്രയായി, ആ ദ്വീപിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ബോട്ട് ടിക്കറ്റ് കൂടെ എടുക്കേണ്ടി വരുമെങ്കിൽ അതെത്രയായി എന്നുള്ള കൃത്യമായ ബില്ലുകളും രേഖകളും നമ്മൾ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം അവരിത് വെരിഫൈ ചെയ്ത് നമ്മൾ ഈ അലോട്ടഡ് ടൈമിൽ തന്നെയാണോ പോയേക്കുന്നത്, അതോ 10 ദിവസം മുന്നേ ആരെങ്കിലും പോയോ, അല്ലെങ്കിൽ ഒരുപാട് താമസിച്ചാണോ ആരെങ്കിലും വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3-4 മാസം മിനിമം എടുക്കും. ചില സമയത്തൊക്കെ 6 മാസമൊക്കെ എടുത്തിട്ടുണ്ട് ചില സ്കൂളുകളിലൊക്കെ അവർ റീഇംബേഴ്സ്മെൻറ്റ് തരാൻ വേണ്ടി. അത് ടിക്കറ്റ് റീഇംബേഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര രൂപ മുടക്കിയോ അത് സ്കൂൾ വെരിഫൈ ചെയ്ത് അതിനുശേഷം മിനിസ്ട്രി വെരിഫൈ ചെയ്ത് അതിനുശേഷം മിനിസ്ട്രി അയച്ച് സ്കൂളിലെ അക്കൗണ്ടിലേക്ക് പൈസ ഇടും. ആ സ്കൂളുകാർ നമുക്കത് കൃത്യമായിട്ട് തരും. ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ചിലവാക്കി അത്രയും തന്നെ തുക നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോൾ അവർ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിനെ മാത്രമേ തരത്തുള്ളൂ, ഡൊമസ്റ്റിക് ഫ്ലൈറ്റിനെ തരണമെന്നാണ്. ചില സമയത്ത് രണ്ടും തരും. ചില സമയത്ത് നമ്മൾ ചിലവാക്കി അത്രയും തന്നെ തുക കിട്ടത്തില്ല. ഇവർ വെച്ചേക്കുന്നൊരു ലിമിറ്റുണ്ട്. അതായത് നമ്മളിപ്പം ലോകത്ത് എവിടെ യാത്ര ചെയ്യാനാണെങ്കിലും നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇപ്പം എനിക്ക് 6 മാസം കഴിഞ്ഞിട്ട് ഒരിടത്തോട്ട് പോയാൽ മതിയെങ്കിൽ ഇന്ന് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ ഉള്ള എമൗണ്ട് ആയിരിക്കത്തില്ല ഞാനിപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ പോകുന്നതിൻ്റെ തലേദിവസം ടിക്കറ്റ് എടുക്കാൻ തരാം. ഭയങ്കരമായ വ്യത്യാസം വരെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരൊക്കെയാണ് താമസിച്ച് ടിക്കറ്റ് എടുത്തതെന്നുള്ളത് വെച്ച് നമുക്ക് ഭയങ്കര വേരിയേഷൻ വരും. പിന്നെ അതല്ലാതെ ഇവിടെ ഉള്ള ഒരു ലീവിനകത്ത് നമുക്കിപ്പം ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ ഈദിൻ്റെ ബ്രേക്കിനൊക്കെ നമുക്ക് നാട്ടിൽ പോകണമെങ്കിൽ നമ്മൾ സ്വയം ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് എടുത്ത് ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റും ഇൻ്റർനാഷണലും അതുപോലെ ഈ ബോട്ടിൻ്റെ ടിക്കറ്റും ഒക്കെ എടുത്ത് അതെല്ലാം നമ്മുടെ മുകളിൽ തന്നെയാണ്. ഏകദേശം ഇപ്പം എൻ്റെ ഈ ഒരു ദ്വീപിൽ നമുക്ക് പോയിട്ട് വരണമെങ്കിൽ ഇവിടുത്തെ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ എല്ലാം കൂടെ ചേർത്ത് ഒരു 19,000 രൂപ അങ്ങ് പോയി കിട്ടും. അപ്പം ഇത് ചിലവുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സാലറി കൂട്ടിയിട്ട് സാലറി ഇൻക്രിമെൻറ്റ് നടത്തിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇവിടുത്തെ സാധനങ്ങളുടെ വില ഭയങ്കരമായിട്ട് ഓൾറെഡി ഭയങ്കര വിലയുള്ള സ്ഥലത്ത് ഒരുപാട് കുതിച്ചു വരുവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്തായാലും നമ്മൾ സേവ് ചെയ്യുന്ന എമൗണ്ടിൽ നമുക്ക് വരുന്നതായിരിക്കും. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വീണ്ടും ഞാൻ പറയുന്നതായിരിക്കും. ബൈ.